ഗാസ വംശഹത്യയിൽ ഇസ്രായേലിനെതിരെ CPIM പോളിറ്റ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്രതിഷേധം. 9 മണി മുതൽ അരമണിക്കൂർ ഫോണുകളും കമ്പ്യൂട്ടറുകളും പ്രവർത്തനരഹിതമാക്കി ആയിരുന്നു പ്രതിഷേധമുണ്ടായത്. അബ്ദുൾ റഷീദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അബ്ദുൾ റഷീദ്, ഇന്നായിരുന്നു ഇത്തരമൊരു പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നത്. എന്തായാലും 9 മണി മുതൽ അരമണിക്കൂറോളം ഫോണുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമൊക്കെ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. ഇനി ഒരാഴ്ചത്തേക്ക് ഇത്തരത്തിലുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ? ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെയാണ് CPIM പോളിറ്റ് ബ്യൂറോ നേരത്തെ ഇത്തരത്തിലൊരു ഡിജിറ്റൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ഇതിന്റെ ഭാഗമായി രാത്രി 9 മണി മുതൽ 9:30 വരെ നീളുന്ന അരമണിക്കൂർ സമയത്തേക്ക് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ തന്നെയും പ്രവർത്തനരഹിതമാക്കിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയായിരുന്നു. CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അതോടൊപ്പം രാജ്യത്തുടനീളമുള്ള നിരവധി ആളുകളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ അരമണിക്കൂർ സമയത്തേക്ക് ഗാസക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഡിജിറ്റൽ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരാഴ്ചത്തേക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് CPIM പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലടക്കം ജില്ലയിലടക്കമുള്ള വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ പൊതുജനങ്ങളടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരാഴ്ചത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രതിഷേധമാണ് നേരത്തെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഡിജിറ്റൽ പ്രതിഷേധം നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇസ്രായേലിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം വിവിധ മേഖലകളിൽ നടന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച ദില്ലിയിലടക്കം ഇസ്രായേൽ എംബസിക്ക് എതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ എംബസിക്ക് മുൻവശത്ത് SFIയുടെയും DYFI അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അതിനെ പോലീസ് അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ആഗോളതലത്തിൽ സൈലൻസ് ഫോർ ഗാസ എന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് CPIM ഈ ഡിജിറ്റൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭദ്ര. ശരി.